ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LIT സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കോടതിയിൽ നമ്മുടെ വിക്രത്തിൻ്റെ കേസ് വന്നിരിക്കുന്നു. അവിടെ നമ്മുടെ വേദയുടെ അച്ഛൻ വിക്രത്തിന് വേണ്ടി ഹാജരായിരിക്കുന്നു. അതുപോലെ നമ്മുടെ സേതുവും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. തൊട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ദർശനും. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ നിരപരാധിത്വവും അന്ന് പുളിക്കനെ കൊന്നതും അനിയൻകുട്ടൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. നമ്മുടെ സേതുവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സേതു പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ദർശൻ ചാടി കയറി ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേദയുടെ അച്ഛൻ ഞാനത് ഫിനിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യമല്ലേ വക്കീലേ, ചോദിക്കട്ടെ. ഇത്രയും നേരം അദ്ദേഹം ചുമ്മാ ഇരിക്കല്ലായിരുന്നു എന്ന് ജഡ്ജി. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അവിടെ പോയിരുന്നു. ദർശൻ സേതുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സേതുവിനോട് ചോദിക്കുമ്പോൾ സേതുവിന് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണോ, നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പം ഞാൻ ഒരു കാര്യം സേതുവിനോട് ചോദിക്കട്ടെ എന്ന് ദർശൻ. അപ്പോൾ ചോദിച്ചോളാൻ പറയുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരവ് തരാവുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞ് സേതു നിൽക്കുക. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സേതു നേർക്ക് നേരെ കണ്ടതാണോ അതോ വിക്രം പറഞ്ഞതാണോ എന്ന് ദർശൻ ചോദിച്ചു. അപ്പോൾ ഇസ് എസ് ഓർ നോ? അപ്പോൾ യെസ് സേതു എസ് പറഞ്ഞു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞതാണെന്ന് ദർശൻ പറയാം. അതെ യുവർ ഓണർ, നോട്ട് ദി പോയിന്റ്. അപ്പം ജഡ്ജി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സർ യു ക്യാൻ പ്രൊസീഡ് എന്നും പറഞ്ഞ് നമ്മുടെ വേദയുടെ അച്ഛനോട് ഈ ദർശൻ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഇങ്ങനെ സേതുവിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വിക്രം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സേതു പറയാം. അന്ന് അവിടെ ചെന്നപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം, പിന്നെ വലിയ അടി നടന്നതും അതിനുശേഷം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി, അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അനിയൻകുട്ടൻ്റെ കയ്യിലുണ്ടെന്നും അവരെ പോലീസിൽ ഹാജരാക്കണമെന്നും വിക്രം പറഞ്ഞു എന്ന കാര്യവും സേതു പറയുക. ഇതൊക്കെ ദർശനം ഇരിക്കുക. അപ്പോഴാണ് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചതെന്ന കാര്യം സേതു പറയണു. അത് കണ്ടിട്ടാണ് വേദ ബോധം കെട്ട് വീണതെന്നും സേതു പറയുക. അപ്പം ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് ഓടി. അപ്പോൾ വിക്രം പറഞ്ഞതനുസരിച്ച് വേദയും അനിയൻകുട്ടനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നും പറഞ്ഞു. പിന്നെ അറിഞ്ഞത് വിക്രത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണെന്ന കാര്യവും സേതു പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ശരി, ഓക്കെ, യു മൈ ഗോ, ഇനി അവിടെ പോയി ഇരുന്നോളാനായിട്ട് വേദയുടെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതെ നമ്മുടെ ഫാദർ, അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛനെ, പള്ളിയിലെ അച്ഛനെ വിളിപ്പിച്ചു. പിന്നെ അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനോട് നമ്മുടെ ശങ്കരൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാണ്. പിന്നെ ഇവിടെ പറഞ്ഞതല്ലാത്ത പക്ഷം വ്യത്യസ്തമായി എന്തെങ്കിലും അച്ഛൻ ഇവിടെ പറയാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പം പറയാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ സാധാരണ പുരോഹിതൻ വെളിപ്പെടുത്താത്ത ഒന്നാണ് കുംഭസാര രഹസ്യമെന്ന് ആ അച്ഛൻ പറയാം. പക്ഷേ വിക്രമൻ്റെ കേസിൽ എനിക്കതിന് ദൈവത്തിൻ്റെ അനുവാദമുണ്ട് എന്ന് ആ അച്ഛൻ പറയാട്ടോ. അങ്ങനെ ആ അച്ഛൻ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടുത്തും. അന്ന് വിക്രം കുമ്പസരിച്ച ഓരോ കാര്യങ്ങളും ഇതൊക്കെ കേട്ട് അവന്മാരിങ്ങനെ ആകെ വെകിളി പിടിച്ചിങ്ങനെ ഇരിക്കുക. വേട്ടയാടാൻ അവർ ഏത് നിമിഷവും വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അവരുടെ പേര് ചന്ദ്രശേഖരനെന്നും ശ്രീകാന്തെന്ന് ആണെന്നും അവൻ്റെ ജീവനേക്കാളും അവന് പേടി വേദയുടെ ജീവനിലായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. അവളായിരുന്നു അവൻ്റെ ടെൻഷൻ മുഴുവനും എന്നും പറയുകയാണ്. അപ്പോൾ ശരി ഫാദർ, ഓക്കെ, അതും പറഞ്ഞ് അവിടെ നിന്ന് ഫാദറിനെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ഫാദറും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശങ്കരൻ, ഇവർ ഓണർ, നാളുകളായി വേദയ്ക്ക് അവകാശപ്പെട്ട കമ്പനികൾ നടത്തിക്കൊണ്ട് പോകുന്നത് ശ്രീകാന്തും അതിനയാളെ സഹായിക്കുന്നത് ചന്ദ്രശേഖരനുമായിരുന്നെന്നും വേദയുടെ വിവാഹം കഴിയുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തതോടെ എല്ലാം കൈവിട്ടു പോകുമെന്ന ശ്രീകാന്തിൻ്റെ ഭയമാണ് അവർക്കെതിരെയുള്ള ശത്രുതയായി അത് കലാശിച്ചതെന്നുള്ള കാര്യം നമ്മുടെ ശങ്കരൻ പറയാം. അപ്പോൾ വിക്രം ഉള്ളിടത്തോളം കാലം വേദയെ ഒന്നും ചെയ്യാനാകില്ല എന്ന് ബോധ്യമുള്ള അവർ ആദ്യം വിക്രത്തെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നതെന്നും പല രീതിയിൽ കൊടുക്കാൻ നോക്കിയെങ്കിലും അത് കഴിഞ്ഞിരുന്നില്ല. അവസാനമാണ് ഇലക്ഷൻ കാലത്ത് വരുണിൻ്റെ കൊലപാതക കുറ്റം വരുണിൻ്റെ തലയിൽ അത് കെട്ടിവെച്ചു കൊടുത്തതെന്ന കാര്യം പറയാം. അതറിയാവുന്ന പുളിക്കൻ സത്യം പറയുമെന്നുള്ളതിന് പ്രതികൾ ആദ്യം പുളിക്കനെ കൊന്നു, പിന്നെ അതിന് സാക്ഷിയായ അനിയൻകുട്ടനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നും പറയാം. വിക്രത്തിന് ഒരിക്കലും ചന്ദ്രശേഖരനെ കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും ഈ സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുക. അയാൾക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിരുന്നു താല്പര്യം. കാരണം വേദയും മൊത്തമുള്ള ഒരു ജീവിതം അയാൾ സ്വപ്നം കണ്ടിരുന്നു എന്ന കാര്യം ഇദ്ദേഹം പറയുക. വിക്രം ചന്ദ്രശേഖരനെ കൊന്നു എന്ന് പറയുന്ന ഏക സാക്ഷി എസ്റ്റേറ്റ് മാനേജറായിരുന്ന ജോബിനായിരുന്നെന്നും
അയാളുടെ കള്ളത്തരങ്ങൾ വേദ കണ്ടെത്തുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മുൻപ് തന്നെ കോടതിയിൽ തെളിഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞു. സോ വാട്ട് എക്സാക്ട്ലി നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ എന്ന് ചോദിക്കുമ്പോൾ, സാർ, ഒരു കേസിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നും വിക്രമന്റെ കേസിൽ എത്രയും പെട്ടെന്ന് ഫൈനൽ ക്രോസ് ചെയ്യാനായിരുന്നു ലോക്കൽ പോലീസിന് താല്പര്യം ഉണ്ടായിരുന്നത്. യുവർ ഓണർ, വിക്രമിനോടുള്ള ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും ശത്രുത ഇവിടെ പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും വിക്രം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അടുത്ത ഇര താനാകുമെന്ന് ഭയപ്പെട്ട നാടുവിട്ട വേദയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് ഈ കേസ് ഒരു സ്പെഷ്യൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണമെന്നുള്ള കാര്യവും പറയുന്നു. മൂന്നാം സാക്ഷി സേതുവിന്റെ മൊഴിയിൽ പറഞ്ഞ കണ്ണീർമല എന്ന സ്ഥലം ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി വിക്രമനെ ആക്രമിച്ച സ്ഥലം, അതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണമെന്ന കാര്യവും പറയാം. ചന്ദ്രശേഖരന്റെ കൊലപാതകം എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ കൂടെ നിന്ന് ഒറ്റുന്ന ആളുകൾ ഉള്ളപ്പോൾ എന്നിട്ടിങ്ങനെ നോക്കുമോ ഇവരെ, അതായത് മകനെയൊക്കെ? നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ശിരസിലേക്ക് അതിൻ്റെ പാപഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൂടാ എന്നും നമ്മുടെ വക്കീൽ പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് റീ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രത്തിൻ്റെ കേസിൽ അങ്ങനെ വേണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പം യെസ് യുവർ ഓണർ, അങ്ങനെയാണ്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്നും പറഞ്ഞ് നമ്മുടെ ശങ്കരൻ അവിടെ പോയിരിക്കുന്നു. ആ സമയം നമ്മുടെ ദർശൻ എഴുന്നേറ്റ് നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പോൾ കഥ എഴുതാനൊക്കെ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരനെ ഇങ്ങനെ ഇതാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഥയുടെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞപ്പോഴത്തേക്കും നോട്ട് ദ പോയിന്റിലേക്ക് വരാൻ പറഞ്ഞു ജഡ്ജി ദർശനോട്. അപ്പോൾ ദേ ഒരു കാരണവും ഇല്ലാതെ കുറെ സാക്ഷികളെയും നിരത്തി സെന്റിമെന്റ്സും നാടകീയതയും കലർന്ന കഥകൾ അവതരിപ്പിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയുക, ഇതിനെതിരെ നിയമ നടപടി വേണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളതെന്ന് ദർശൻ കോടതിയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അതുപോലെ തന്നെ പഴയ വരുൺ കൊലക്കേസിൽ വാസവൻ പരാതി പിൻവലിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതുകൊണ്ട് ആ കൊലപാതകം നടത്തിയത് വിക്രം അല്ല എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ല എന്ന് ദർശൻ പറയുന്നു. ഡിഫൻസ് വക്കീൽ പറഞ്ഞ പുനരന്വേഷണത്തിന് കോടതി അനുവദിക്കുന്നതിനോട് പ്രോസിക്യൂഷൻ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ കേസ് കൂടി അന്വേഷിച്ചാൽ പ്രതി വിക്രമിന് ഇരട്ട ജീവപര്യന്തമായിരിക്കും. അപ്പോൾ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നും പറഞ്ഞ് നമ്മുടെ വേദയുടെ അച്ഛൻ എഴുന്നേറ്റു. അപ്പോൾ ഇരിക്കി വക്കീലേ, പ്രോസിക്യൂഷൻ പോയിന്റ് പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദർശൻ അവിടെ കിടന്ന് ഓരോന്നൊക്കെ പറയുന്നു. അങ്ങനെ ദർശൻ പറയുന്നതും നമ്മുടെ ജഡ്ജി കേൾക്കുവാണ്. അപ്പോൾ ദേ കാര്യങ്ങളെല്ലാം ദർശനും കൂടെ പറയുന്നത് കേട്ടു. പിന്നെ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കഥകളാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ദർശനം കിടന്ന് പറയുകയാണ്. പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ ചെയ്തിരുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമാണ് എൻ്റെ കക്ഷി ശ്രീകാന്ത്. കോടതിക്ക് വേണമെങ്കിൽ പറയാം, അന്വേഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ ജോബിൻ നല്ലവനാണെന്നും ജോബിൻ കണ്ട കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന കാര്യമൊക്കെ പറയാം. അതിനുശേഷം പിന്നതേ ആ മൈക്കിൾ എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സേതുവിനെയും അച്ഛനെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിൽ കയറ്റി. അതിനുശേഷം മൈക്കിളിനെ ഇവരെല്ലാവരും കയറ്റി അവരെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് മൈക്കിളിനെ മാത്രം ചോദ്യം ചെയ്യുക. അപ്പം മൈക്കിളിനെ ചോദ്യം ചെയ്തിട്ട് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെക്കുറിച്ചും വേദയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ മൈക്കിളിനോട് ചോദിച്ചു. അതുപോലെ അച്ഛനോട് ചോദിച്ചു. പിന്നെ നമ്മുടെ മൈക്കിളിൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചതെല്ലാം വേദയും വിക്രവും ഉണ്ടാക്കിയെടുത്ത കഥകൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ എന്നുള്ള രീതിയിലാണ് ദർശൻ. അപ്പോൾ അവർ പറഞ്ഞ കഥകളും കാര്യങ്ങളാണല്ലോ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അറിയാൻ പാടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവരിവിടെ പറഞ്ഞതുള്ളൂ. അപ്പോൾ ഇതെല്ലാം കേട്ടില്ലേ യുവർ ഓണർ, ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് ശരിക്കും അങ്ങ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സേതുവിലേക്ക് വന്നു. സേതുവിനെയും ഈ ദർശൻ ചോദ്യം ചെയ്യുക. എന്താണ് നിങ്ങൾ കണ്ടതെന്ന് ചോദിച്ചു. കണ്ട കാര്യം നമ്മുടെ സേതു പറഞ്ഞു. അങ്ങനത്തെ അവിടെ വെച്ചൊരു സംഘടനം ഉണ്ടാവുകയും സേതുവും വിക്രവും കൂടി ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് വന്ന കാര്യമെല്ലാം പറയാം. അപ്പോൾ കീഴ്പ്പെടുത്തിയതിന് ശേഷം അനിയൻകുട്ടനെ വെടിവെച്ച കാര്യം ഇതെല്ലാം ചോദിക്കുക കേട്ടോ. ഇതൊക്കെ ചോദിച്ചപ്പോൾ നടന്ന കാര്യമെല്ലാം പറഞ്ഞു. തോക്ക് ചൂണ്ടിയ ചന്ദ്രശേഖരൻ എന്താ കാഞ്ചി വലിക്കാൻ മറന്നുപോയോ എന്ന് ചോദിക്കാം. അപ്പോൾ ജഡ്ജി അവിടെ ഇരുന്ന് ചിരിക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഈ ദർശൻ എല്ലാവരെയും കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക ആ സമയത്ത്. അങ്ങനെ ദർശൻ നമ്മുടെ സേതുവിനെ കളിയാക്കുന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ മറന്നു പോകും സർ, കാരണം അങ്ങനെ ഒരു തോക്ക് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദർശൻ. അപ്പോൾ വിക്രമൊക്കെ ഞെട്ടി. അപ്പോൾ ദേ അവിടെ നിന്ന് ശ്രീകാന്ത് ചിരിക്കുക. പോലീസ് കണ്ടെടുത്ത ആ തോക്കിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ
മറ്റൊരാളാണെന്ന് ദർശൻ പറയണു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പം അങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കാം. ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ കിടക്കുന്നു. ശ്രീകാര്യം ശ്രീനിവാസൻ്റെ തോക്കും കൊണ്ടാണ് വന്നതെന്ന കാര്യമൊക്കെ പറയാം. അങ്ങനെ കാര്യങ്ങളെല്ലാം ശ്രീകാര്യം ശ്രീനിവാസൻ്റെ തലയിലേക്കും ശ്രീകാന്തിൻ്റെ തലയിലേക്കും വിക്രത്തിൻ്റെ തലയിലേക്കും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു ദർശൻ. വിക്രത്തെയും കൊണ്ട് ഈ കേസും നടപടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോവും. അപ്പോൾ വിക്രത്തെയും കൊണ്ട് പോലീസുകാർ വരുന്നു. ദർശനും അതുപോലെ ശ്രീകാന്തും അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ദർശൻ നമ്മുടെ വിക്രത്തിൻ്റെ മുന്നിലേക്ക് വരുവാണ്. ദർശൻ ഇങ്ങനെ ജയിച്ചെന്ന ഭാവത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പം നമ്മുടെ വിക്രം വന്നിങ്ങനെ നിൽക്കുന്നു. ശ്രീകാന്തിനെ തന്നെ ശരിക്കും തുറച്ചു നോക്കി നമ്മുടെ വിക്രം നിൽക്കുക കേട്ടോ. അപ്പോൾ ദർശനും ഭയങ്കര ഇതിലാണ്. അപ്പോൾ ദർശനെ ഇപ്പം നുണ പറഞ്ഞു കൊടുത്ത് ശ്രീകാന്ത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്താടാ അത്ര എളുപ്പത്തിൽ പുറത്തേക്ക് ഊരിപ്പോരാന്ന് നീ വിചാരിച്ചോടാ എന്ന് ചോദിച്ചു. വരുണിൻ്റെ കോലച്ചോറ് കൂടി നിന്നെ കൊണ്ട് തീറ്റിച്ചിട്ടേ നിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കുള്ളൂ എന്ന് ദർശൻ നീ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വിക്രം ദർശൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. വാടോ എന്നും പറഞ്ഞു നിന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ വിക്രത്തെയും കൊണ്ട് പോലീസുകാർ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പോഴത്തേക്കും മൈക്കിളച്ചനും നമ്മുടെ സുധാകരൻ മാഷും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു വിക്രത്തെ കാണാനായിട്ട്. അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ദേ അച്ഛനെയും കെട്ടിപ്പിടിച്ചു. പോട്ടെ അച്ഛാന്ന് പറഞ്ഞു. അപ്പം ഇനിയും പരീക്ഷണങ്ങൾ ഉണ്ടാകാമെന്നും മനസ്സും പ്രാർത്ഥനയും കൈവിടരുതെന്ന് മൈക്കിളച്ചൻ വിക്രത്തോട് പറയുന്നു. വാ കയറ എന്നും പറഞ്ഞ് പോലീസുകാർ വിക്രത്തെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞപ്പം ശങ്കരൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. പിന്നെ കാണിക്കാൻ നമ്മുടെ വേദയാട്ടോ. വേദ കുഞ്ഞുമായിട്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും എന്തേന്ന് അങ്ങോട്ടേക്ക് തരുൺ കയറി വന്നു. തരുൺ കയറി വന്നപ്പോൾ വേദ കുഞ്ഞുവാവയെ കളിപ്പിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി തരുണിന്. വേദ ഇങ്ങനെ പൊട്ടൊക്കെ കുത്തിയൊക്കെ കൊടുക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ തരുൺ കുറേ നേരം അവിടെ നിന്നു. അപ്പോഴത്തേക്കും ആ അമ്മ അതുവഴി വരുന്നു. അമ്മ വന്നപ്പോൾ തരുൺ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. മോനെ നീ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. ആ അപ്പോൾ തരുൺ ഇങ്ങനെ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. തരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തരുൺ വന്നത് മോള് കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു വേദ. കുഞ്ഞിനെ ഉറക്കിയിട്ട് മോളൊന്ന് മുകളിലേക്ക് വരാവോ എന്ന് ചോദിച്ചു. വരാമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ ഉറക്കി നമ്മുടെ വേദ അമ്മയുടെ കൂടെ മുകളിലോട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ദേ ഇങ്ങനെ മുകളിലൊരു മുറിയാണ്. ആ മുറിയിലേക്കൊക്കെ ചെന്നപ്പോൾ നിറയെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ വേദം ഞെട്ടി. അപ്പം നിൻ്റെ ഈ ഒരു ജീവിതം ഇങ്ങനെ അധികം മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് അറിയാമെന്നും അധികം വൈകാതെ നിനക്ക് തരുണിനോട് സത്യം പറയേണ്ടതായിട്ട് വരുമെന്നും അമ്മ പറയുകയാണ് വേദയോട്. അതൊരു പക്ഷേ അവനെ മാനസികമായിട്ട് തകർത്തേക്കാവെന്നും ആ അമ്മ പറയണം. അതിൽ നിന്നും സ്വയം അതിജീവിക്കാനുള്ള കരുത്ത് എൻ്റെ മകൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്നും പക്ഷെ അത് വെളിപ്പെടുന്ന ദിവസം മുതൽ നീയും നിൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കാകുമെന്നുള്ള കാര്യം അമ്മ വേദയോട് പറയുക. നീ സ്വപ്നം കാണുന്ന രീതിയിൽ നിൻ്റെ കുഞ്ഞിനെ വളർത്താൻ നിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അത് സാധിക്കില്ല എന്നും പക്ഷെ അതിന് നിനക്ക് കഴിയുമെന്നും അമ്മ വേദയോട് പറയാം. അതിനുള്ള സിദ്ധ ഔഷധമാണ് ഈ മുറിയെന്നും പറഞ്ഞ് വേദയെ മുറിയിലേക്ക് കയറ്റി വിടുന്നു. ചെന്നപ്പോൾ കണ്ട ആ ഒരു കാഴ്ച വേദയെ ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങനെ വേദ ആ ഒരു റൂം കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.